ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അതെന്തൊരു ചോദ്യം? എനിക്ക് 10-15 കേസുണ്ട്. എന്നാ കഥ പറ കേക്കട്ടെ. ഒരു ദിവസം ബസ് സ്റ്റോപ്പില് ബസ് വരുന്ന നോക്കി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ച വണ്ടി വന്നില്ല. പക്ഷെ വന്ന വണ്ടിയിൽ ഒരു പെണ്ണ് എന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. എന്റെ മനസ്സിൽ അവളായിരിക്കും ഇനി എന്റെ പെണ്ണെന്ന് വിചാരിച്ചു. അവളും ഞാനായിട്ടുള്ള ജീവിതം സ്വപ്നം കണ്ട് ഞാൻ കണ്ണടച്ചിരുന്നു. അത്രേ ഉള്ളൂ. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോഴേക്കും അവൾ അവളുടെ പാട്ടിന് പോയി. ഇതെന്തോന്ന് പ്രേമോ? പ്രേമുണ്ട്, അതെന്റെ മനസ്സിനകത്തായിരുന്നു. അപ്പൊ നിന്റെ എല്ലാം സിംഗിൾ സൈഡ് ലവ് സ്റ്റോറി ആണല്ലേ? പിന്നെ ഒരു ദിവസം അമ്പലത്തിൽ പോയ സമയത്ത് നമ്മൾ ഈ പ്രസാദം മേടിക്കില്ലേ, അത് വാങ്ങിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ദേ നിൽക്കുന്നു ദേവതയെ പോലൊരു കുട്ടി. അത്രേ ഉള്ളൂ. അതോടെ ഞങ്ങളെ കല്യാണം കഴിയുന്നു, ഞങ്ങൾക്ക് കുട്ടികളാകുന്നു, ആ കുട്ടികളുടെ കല്യാണം വരെ കഴിയുന്നു. ബുക്ക് തരുന്ന സമയത്ത് ആ പെണ്ണിന്റെ കയ്യിലൊന്നും തൊട്ട അവിടെ ഒരു ലവ് സ്റ്റോറി. പുറകിലോട്ട് തിരിഞ്ഞു പോകുന്ന പെണ്ണിന്റെ മുടി എന്റെ മുഖത്ത് കൊണ്ട അവിടെ പിന്നെ ലവ് സ്റ്റോറി. ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ എന്നെ നോക്കിയെന്ന് വെറുതെ ചിരിച്ചാ, നമ്മളെ നോക്കിയാണല്ലോ ചിരിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സിന് ഒരു പാർട്ടി കൊടുത്താ ഇതേ പിന്നെ ലവ് സ്റ്റോറി. ഇതുപോലെയൊക്കെ ആലോചിച്ച് കൂട്ടുന്ന എന്നെ പോലുള്ള ആമ്പിള്ളേർക്ക് 1 അല്ല 1000-ലധികം ലവ് സ്റ്റോറി ഉണ്ടാവും. മതി മതി മതി. എന്നെ പറ്റി ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇയാളെ പറ്റി പറ. എനിക്കൊരു ലവ് സ്റ്റോറി ഉണ്ട്, എന്റെ സീനിയറുമായിട്ട്. അവനുമായിട്ട് ബ്രേക്കപ്പ് ആയ സമയത്താ നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അത്രേ ഉള്ളൂ. ഞാൻ വെറുതെ ഈ കിസ്സും അമ്മ എനിക്ക് തന്ന പോലെയാണോ? അതൊരു ആക്സിഡന്റ്, ഇത് കമ്മിറ്റ്മെന്റ്. അന്ന് അവനോടുള്ള ദേഷ്യത്തിലാണ് ഞാൻ ചെയ്ത്. ഇന്ന് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ തന്നെ. ഒരുപാട് പേർക്ക് ആദ്യം കാണുമ്പോൾ ഇഷ്ടം തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടം തോന്നിയത് ആദ്യത്തെ കിസില. ഐ ലവ് യു ശശി. ശിവ, നിനക്ക് മൈൻഡ് റീഡിങ്ങിനെ പറ്റി എന്തെങ്കിലും അറിയോ? ഞാൻ നിന്നോട് പറയാൻ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നീ ഇപ്പൊ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഐ ലവ് യു ടു ശിവ. നിന്നെ പോലെ ഒരു ജെന്യൂൻ പേഴ്സൺ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ശശി, ശശി, ഇയാള് കുളിക്കല്ലേ? അതെ ശിവ, 5 minutes നീ അവിടെ ഇരിക്ക്. കൊഴപ്പില്ല. ഇയാള് ഏത് സോപ്പാണ്ടാ കുടിക്കുന്നേ? ലക്സ. ലക്സ, അതാണല്ലേ ഈ ചർമ്മത്തിന്റെ രഹസ്യം. ഇല്ല, ഞാനൊന്നും കണ്ടില്ല. നീ ഒന്ന് മാറിന്നേ. ഇതേ ഡോർ അടച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പൊ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അച്ഛനോ? ഞാൻ വേണ്ട. അച്ഛ പറ അച്ഛാ. അത് ഞാൻ മീറ്റിംഗിൽ കുറച്ച് ബിസി ആയിരുന്നു അച്ഛാ. എന്താടാ രാത്രിയിൽ മീറ്റിംഗ്? എന്താടാ രാത്രിയിൽ മീറ്റിംഗ് മധ്യ ഉണ്ടായിരുന്നു? എന്റെ അച്ഛ, അത് സോഫ്റ്റ്വെയർ ഓഫീസ് അല്ലേ? ഞാനും അത് തന്നെയാ പറഞ്ഞത്. ലക്ഷക്കണക്കിന് കൈക്കൂലി കൊടുത്തല്ലേ, കോടിക്കണക്കിന് ശമ്പളം ചോദിക്ക്. എന്താ നിനക്ക് 1 കോടി രൂപ ശമ്പളം വേണോ? അതെന്റെ അച്ഛൻ. നിനക്ക് 1 കോടി രൂപ ശമ്പളം വേണം അല്ലേ? നീ പറ, എത്രയാ നിനക്ക് വേണ്ടത്?
ഇതാരായി വന്നേക്കുന്നത്? ആദ്യം കറണ്ട് പോയി, ഇപ്പൊ കണ്ടില്ലേ ആരോ ബെല്ലടിക്കുന്നു. എനിക്കാകെ പേടിയാവോ. ശിവ, ഇത് നമ്മുടെ ഫ്ലാറ്റാ, ഒന്ന് പേടിക്കാതിരി. How are you, my dear? After long time. നീ എന്തടി ഒരു കോള് പോലും ചെയ്യാതെ പെട്ടെന്ന് ഇങ്ങോട്ട്? വാടി, വേഗം വാ, പോകാം. ശശി, ആരടി അവൻ? ആള് കാണാൻ ചുള്ളനാണല്ലോടി. ശിവ, മൈ ബോയ് ഫ്രണ്ട്. ശിവ, ഇത് ഷീന, എന്റെ ബെസ്റ്റി. ഹായ്. എടി, അടിപൊളിയാണല്ലോ. ഞാനൊന്ന് കൂടിക്കോട്ടെ? കൊല്ലം പറഞ്ഞേക്കാം, അവൻ നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. നല്ല കുട്ടിയാ, കണ്ടറിഞ്ഞൂടെ? വേറെന്തെങ്കിലും തരത്തിൽ സ്പെഷ്യൽ ഉണ്ടോന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഡേ, അവനെ ചുമ്മാ പേടിപ്പിക്കല്ലേ. അവൻ ഇന്ന് വന്ന് കയറിയതേ ഉള്ളൂ, അതിനിടയ്ക്ക് നീയും വന്നു. അതുകൊണ്ടാണല്ലേ എക്സൈറ്റ്മെന്റ് കുറഞ്ഞത്. നല്ല ആളാണ് കേട്ടോ. ഹേയ്. ശിവ, ഇതിനുമുമ്പ് നീ വേറെ ആരെങ്കിലും ആയിട്ട് ഡേറ്റിങ്ങിന് പോയിട്ടുണ്ടോ? അയ്യോ, ഞാനൊന്നുമില്ല. ഡി ഷീന, എന്താടി ഇത്? ഞാനൊന്ന് കമ്പനി അടിക്കട്ടെ. എന്തുകൊണ്ടാ പോവാഞ്ഞത്? ഒരു പെണ്ണ് നിന്നെ അപ്രോച്ച് ചെയ്തില്ലേ ശിവ? അതോ അപ്രോച്ച് ചെയ്ത പെണ്ണിനെ നിനക്ക് ഇഷ്ടായില്ലേ? ഞാൻ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ എനിക്കിഷ്ടപ്പെട്ട പെണ്ണ് എന്നെ വന്ന് അപ്രോച്ച് ചെയ്തു. അതിനു മുന്നേ സ്വർഗത്തിലെ കട്ടറുമ്പായി നീ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വന്നില്ലേ? എന്താ ശശി, ഇവിടെ ഭയങ്കര നിശബ്ദതയാണല്ലോ. ആ സ്പീഡ് ബ്രേക്കറിന് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഹായ് ഗൈസ്. ഞാൻ ജയിലിൽ പോയാലും കുഴപ്പമില്ല, ഇവിടെ കൊല്ലാതെ വെറുതെ വിടാൻ പറ്റില്ല. ഹായ് ശിവ. ഹായ് ശശി. ഹായ്. ഇന്ന് രാത്രി പാർട്ടി ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രിയോടെ സ്ഥലം വിട്ടില്ലെങ്കിൽ ഞാൻ തരും നിനക്ക് പാർട്ടി. ഞാൻ തരാൻ പോകുന്നത് സെൻഡ് ഓഫ് പാർട്ടിയാണ്. ഞാൻ മനസ്സിൽ പറഞ്ഞത് നീ എങ്ങനെ കേട്ടു? മനസ്സിൽ വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് പുറത്തു പറഞ്ഞല്ലോ. പാർട്ടി കഴിഞ്ഞതും എന്നെ എയർപോർട്ടിൽ ഇറക്കി വിട്ട ഞാൻ പോയിക്കോളാം. എന്താ ഒന്നും ഉണ്ടാക്കില്ലേ? ഞാനെന്താ ഇവിടെ വേലക്കാരനാണോ? ചുമ്മാ ഇരിക്കുമല്ലോ ഇവിടെ. ഞാൻ അത്രയും ഭാരമായില്ലേ നിനക്ക്? ശിവ, അകലെ അകലെയായി നീ പോയോ. ഓരോ ദിവസം കഴിയും തോറും നീ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക ശിവ. നീ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അതാ ഞാനിങ്ങനെയൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത്. ഹലോ ശിവ, നീ എവിടെയാ? ഓ, വരാന്ന് പറഞ്ഞിരുന്നല്ലേ, ഞാൻ മറന്നുപോയി. എന്താ മറന്നുപോയെന്നോ? എനിക്കിപ്പോ വരാനൊന്നും പറ്റില്ല, നീ ഒറ്റയ്ക്കിങ് വാ. എനിക്ക് തീരെ സുഖമില്ല ശിവ, അതുകൊണ്ടാ വരാൻ പറഞ്ഞേ. എനിക്കും തീരെ സുഖമൊന്നുമില്ല, അതാണ് ഞാനിപ്പോ കുടിക്കാൻ വന്നേ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ശശി. പ്ലീസ് ശിവ, എനിക്ക് മൂടില്ല. എനിക്ക് മൂടുണ്ട്. മനസ്സിന്റെ ആഴങ്ങളിൽ ഒരു വേദന. ശിവ, ലെറ്റ്സ് ബ്രേക്കപ്പ്. നീ തമാശ പറയണോ ശശി? ബെഡ്റൂമിൽ ഇങ്ങനെ അരമണിക്കൂർ നിന്റെ കൂടെ സന്തോഷമായിട്ടിരിക്കുന്നത് പോലെ ബാക്കിയുള്ള 23.5 മണിക്കൂർ എന്നെ കൊണ്ട് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല. സോ ലെറ്റ്സ് ബ്രേക്കപ്പ്.
പക്ഷേ എല്ലാ സൗകര്യങ്ങളുള്ളപ്പോ നമ്മുടെ കൂടെ ഉള്ളതിനേക്കാൾ ഒന്നുമില്ലാത്ത സമയത്തല്ലേ അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത്? നീ പറ, അതാണ് യഥാർത്ഥ സ്നേഹം. ഡോണ്ട് ട്രൈ ടു കൺവിൻസ് മീ. ഐ ഓൾറെഡി ടുക്ക് ദ ഡിസിഷൻ. എന്തൊക്കെയാണെങ്കിലും നീ ആത്മാർത്ഥമായിട്ട് പ്രേമിച്ചിരുന്നോ? സാറേ സാറേ, കള്ളു കുടിച്ചത് ഞാനാടാ, എന്നിട്ട് കിക്കായത് നീയാണല്ലോ. അല്ല സാറേ, സോറി സാറേ. പോടാ.